ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് സനൂപ്. ഈ സനൂപ് ആരാണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇപ്പം UAPA ചുമത്തി ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സമയത്താണ് ഇവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെഹൽഗാം ആക്രമണത്തിൽ മരണപ്പെട്ടു പോയൊരു സഹോദരൻ്റെ മകൾ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടതിൻ്റെ താഴെ വന്നിട്ടാണ് ഇവൻ പച്ച വർഗീയത പറഞ്ഞുകൊണ്ട് ഒരു കമൻ്റ് ഇട്ടത്. ആ കമൻറ്റിൻ്റെ പേരിലാണ് ഇവനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാസറ്റ് എന്ന് പറയുന്ന ഒരു പരമചെറ്റ ഇവൻ സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് മയക്കുമരുന്നൊക്കെ അടിക്കുന്ന ലൈവ് വീഡിയോ ഇട്ട് അവനെ അവിടുത്തെ പോലീസുകാർ തൂക്കി അകത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം മുസ്ലിം പേരായതുകൊണ്ട് തന്നെ, ഇവരൊക്കെ മുസ്ലിം നാമധാരികളായതുകൊണ്ട് തന്നെ സംഘി സൈബർ ഇടങ്ങളിലൊക്കെ വലിയ ആഘോഷം നടന്നുകൊണ്ടിരിക്കുക. അവരങ്ങ് അടച്ചുവിടുന്ന മുസ്ലിങ്ങളെ മൊത്തത്തിൽ അങ്ങ് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ നമ്മുടെ സംഘടിച്ച് ചേച്ചിമാരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ. ഇവരൊക്കെ മുസ്ലിം നാമധാരികളായതുകൊണ്ട് ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസികളെല്ലാം ഈ പരമചെറ്റകളെ സപ്പോർട്ട് ചെയ്യുന്നൊന്നും നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട. ആ ഒരു സ്വഭാവം ഞങ്ങളുടെ രക്തത്തിലില്ല. ഇവിടുത്തെ സംഘപരിവാർ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളോ, രാജ്യത്തിനെതിരായി സംസാരിക്കുകയോ, രാജ്യത്തിൻ്റെ മിലിറ്ററിക്കെതിരായി സംസാരിക്കുകയോ, രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാനിന് ചോർത്തി കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഒന്നും സൈബർ ഇടങ്ങളിലൊന്നും ഇതിനെക്കുറിച്ച് പറയില്ല. പക്ഷേ ഞങ്ങൾ പറയും. അത് ഇസ്ലാം മതത്തിൽ നിന്നുള്ളവനാണെങ്കിൽ പോലും തെറ്റ് കാണിച്ചാൽ അത് തെറ്റാണെന്ന് 100 വട്ടം പറയും. കാശ്മീരിൽ ഏറ്റുമുട്ടൽ ഒരു മുസ്ലിം നാമധാരി മരണപ്പെട്ടപ്പോൾ അവരുടെ ഉമ്മ പറഞ്ഞെന്താ അറിയാ, എനിക്ക് അവൻ്റെ മുഖം പോലും കാണണ്ടെന്നാണ് പറഞ്ഞത്. കാരണം അവൻ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ, അവൻ അതിനകത്ത് കുറ്റവാളിയാണെന്നുണ്ടെങ്കിൽ എനിക്കത് കാണണ്ട എന്ന് പറഞ്ഞ ആ ഒരു സമുദായത്തെ അടച്ചാണ് ഈ സംഘപരിവാർ ഹോളികൾ വന്നിട്ട് ഇങ്ങനെ തെമ്മാടിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ലസിത പാലേക്കൽ കുണുകുണുവാവ അമ്മായില്ലേ, ആ അമ്മായിക്ക് ഇത് കേട്ടപ്പോഴത്തേക്ക് വലിയ സന്തോഷമൊക്കെ ആയിട്ടുണ്ട്. അതിലേറെ സന്തോഷം ഞങ്ങൾക്കായിട്ടുണ്ട്. കാരണം ഇത്തരം പ്രവർത്തികൾ കാണിക്കുന്നവരെയൊക്കെ അവൻ ഏതാണെങ്കിലും ജാതിയും മതവും നോക്കാതെ തൂക്കിയെടുത്ത് അകത്താക്കുക തന്നെ ചെയ്യണം. അതിനകത്തൊന്നും ഒരു സംശയമില്ല. പക്ഷേ അമ്മായിക്ക് ഈ മുസ്ലിം നാമധാരിയുടെ പേര് കേട്ടപ്പോഴത്തേക്ക് വല്ലാത്തൊരു സന്തോഷവും. ഈ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ അമ്മയിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുതെന്ന് അമ്മായി പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവെക്കാം. ഈ ഒരു ആവേശവും ഈ ഒരു തിടുക്കമൊക്കെ നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുത്തിട്ടുള്ള RSSൻ്റെയും BJPയുടെയും ഒക്കെ കുറേ ആളുകളുണ്ട്. ഈ നിരന്നിരിക്കുന്ന അണ്ടായിമാരൊക്കെ. ഇവര് പിന്നെ അതേ ഒരു ബ്ലോഗറായിട്ടുള്ള ഇവള് മുസ്ലിം ഒന്നും അല്ലായിരുന്നു ചേച്ചിയെ. ഇവളെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് ആംബിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യും. അപ്പോൾ ഞങ്ങൾ പറയാം നിങ്ങളൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നവരാണെന്ന്. എന്തായാലും ചേച്ചിയുടെ ഗുണപതാരം ഒന്ന് കേട്ടു നോക്കൂ. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഈ സനൂഫ് ആരാണ്, ഈ തീവ്രവാദി എന്ന് എല്ലാവരും ഒന്ന് അറിയട്ടെ. അതായത് കഴിഞ്ഞ വർഷം ഈ ചങ്ങായി ഒരു പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പെഹൽഗാമില് വെടിയേറ്റ് മരിച്ച അവരുടെ മകൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിയിൽ വന്നിട്ട് ഇവൻ വളരെ മോശമായിട്ടൊരു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ നമ്മുടെ യുവമോർച്ചയിലെ ആൾക്കാരും അതുപോലെ തന്നെ BJPയിലെ ആൾക്കാരും ഒക്കെ പ്രതിഷേധവും അതുപോലെ തന്നെ പോലീസിലൊക്കെ പരാതി കൊടുത്തു. അപ്പൊ മൂപ്പർ വിചാരിച്ചു എന്നെ അറസ്റ്റ് ഒന്നും ചെയ്യൊന്നുമില്ല, ഞാനങ്ങനെ വിലസി നടക്കാം സൗദിയിൽ എന്ന് വിചാരിച്ച് നടക്കുന്ന സമയത്ത്, കേരളത്തിലേക്ക് കാല് കുത്തുന്ന സമയത്ത് ഇവിടെയുള്ള നിയമപാലകർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇവനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് വരുന്ന സമയത്ത് ഇവൻ പക്കാ തീവ്രവാദിയാണ്. ഇവനെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പ്രൊഫൈലുകള് നമുക്ക് കാണാം അല്ലെ. ഈ പ്രൊഫൈലുകളൊക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആൾക്കാർ മാത്രമായിരുന്നു എന്ന് ഞാൻ ഉറക്കെ പറയും. കാരണം എന്തുകൊണ്ടാണെന്നറിയുക, നമ്മൾ എന്ത് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും ഇതിന്റെ അടിയിൽ വന്നിട്ട് കുരക്കുന്ന കുറെ സുഡാപ്പികളുണ്ട്. ആ സുഡാപ്പികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഞാൻ പറയുന്നത് തന്നെ, ഈ വീഡിയോ തന്നെ പറയുന്നത്. ഇങ്ങനെയുള്ള സുഡാപ്പികളെ കണ്ടുപിടിച്ചിട്ട്, കേരളത്തിലുള്ള സുഡാപ്പികളെ കണ്ടുപിടിച്ചിട്ട് തക്കതായ ശിക്ഷ കൊടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഈ സനൂഫിനെ പോലെയുള്ള ഒരുപാട് തീവ്രവാദികൾ ഇന്നീ കേരളത്തിൽ വിലസുന്നുണ്ട്. ഒരാള് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഇന്നീ കേരളത്തിൽ വിലസുന്നുണ്ട്. അപ്പം അവർക്കെതിരെ തക്കതായ ശിക്ഷകൾ മേടിച്ചു കൊടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. സനൂപ്പിന് തക്കതായ ശിക്ഷ കിട്ടിയിട്ടുണ്ട്, UAPA ഒക്കെ ചുമത്തിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇവന്റെ തീവ്രവാദത്വം, അതായത് ഇവൻ മാത്രമായിരിക്കില്ല, ഇവന്റെ ശാഖകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും. കേരളത്തിൽ തന്നെ വിത്ത് മുളയിലേ ഉണ്ടാവും. അപ്പൊ ആ മുളയിലേ നുള്ളിക്കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ഒന്ന് നടക്കും. കാരണം ഇവനെ പോലെയുള്ള ഈ ഒരു സംഭവം ഒരുപാട് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും അല്ലെ. അപ്പം അവരെയൊക്കെ കണ്ടുപിടിച്ച് തക്കതായ ശിക്ഷ ഇവന് കൊടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അത് മാത്രമല്ല, ഇവനെ പോലെയുള്ള തീവ്രവാദികൾ കേരളത്തിലുണ്ടെങ്കിൽ
മക്കളെ രക്ഷയില്ലാതാവും. കേരളം കാശ്മീരാവാൻ കുറച്ചു കാലം മതി. ഇതിനെ പോലെയുള്ള ആൾക്കാരെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. കാരണം ഇവനാണ് ഏറ്റവും വലിയ തീവ്രവാദി. ഇവന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരും തീവ്രവാദി തന്നെയാണ്. ഒരു പ്രത്യേക മതത്തിന്റെ വിഭാഗത്തിന്റെ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഇപ്പൊ കമന്റ് ഇട്ട് തൂറി മെഴുകും. അവരോട് കൂടി തന്നെയാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പോസ്റ്റിന്റെ അടിയിൽ വന്ന കമന്റുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആൾക്കാർ മാത്രമേ എനിക്ക് ചീത്ത പറയാനായിട്ട് ഇവിടെ കമന്റ് ഇടാനാണ് പറയുന്നത്. ഇതിനെതിരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും അവരിവിടെ വന്നിട്ട് ന്യായീകരണ പോസ്റ്റുമായിട്ട് വരും. ഒപ്പം ഒരുപാട് ആൾക്കാർ വരും. അതെനിക്ക് നല്ലോണം അറിയാം. പക്ഷെ എന്നിരുന്നാലും ഈ സനൂപിന് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി സനൂപിന് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരാളും ഞാൻ പറയാം തീവ്രവാദി തന്നെയാണ് ഉറപ്പായിട്ടും. അപ്പൊ ഈ വീഡിയോ മാക്സിമം ജനങ്ങളിലേക്ക് ഒന്ന് എത്തിക്കുക, അത്രയേ ഉള്ളൂ. ഏതൊരാളും ഞാൻ പറയാം തീവ്രവാദി തന്നെയാണ് ഉറപ്പായിട്ടും. അപ്പൊ ഈ വീഡിയോ മാക്സിമം ജനങ്ങളിലേക്ക് ഒന്ന് എത്തിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കുണുകുണു വാവ ചേച്ചി സംഗണിച്ച് പറഞ്ഞു കേട്ടല്ലോ. ഈ സനൂപിനെതിരെ നിങ്ങൾ ചെയ്ത വീഡിയോ സ്വാഗതാർഹം. കാരണം അവനെപ്പോലുള്ള പരനാറികളെയൊന്നും ഈ സമുദായത്തിൽ ജനിച്ച നല്ലവരായിട്ടുള്ള ഒരാളും സപ്പോർട്ട് ചെയ്യില്ല ചേച്ചിയെ. ചേച്ചി പറഞ്ഞത് ഒരു പ്രത്യേക മതം, ആ പ്രത്യേക മതം എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഇസ്ലാമിനെ കുറിച്ചിട്ടാണെന്നുള്ളത് ഒക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാന്നേ. ഇതുപോലുള്ള നാറികളെയൊന്നും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യത്തുമില്ല. പിന്നെ നിന്നെപ്പോലുള്ളവർ, സുഗതനെ പോലുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യും. കാരണം അവൻ തങ്കക്കൂടമാണല്ലോ അല്ലേ. കാപ്പ കേസിൽ പ്രതിയാണ്, 17ഓളം കേസിൽ പ്രതിയാണ്, കൊലപാതക കേസിൽ പ്രതിയാണ്. അവനൊക്കെ നല്ലവനാ, വാഴ്ത്തപ്പെട്ടവനാണ് അവനെല്ലാം. അവനൊന്നും ഒരു തെറ്റും ചെയ്യാത്തവനാണ്. അവരൊക്കെ രാജ്യത്തിന് വേണ്ടി ജീവിതം അർപ്പിച്ച് അല്ലെങ്കിൽ സ്വയം സേവ സംഘനായിട്ട് പ്രതിജ്ഞ എടുത്ത് നടക്കുന്നവനാണ്. നേരാവണ്ണം വർത്താനം പോലും പറയാറില്ല. നാക്കൊക്കെ ഒന്ന് നന്നായിട്ട് വടിച്ചിട്ട് വേണം ഈ കട്ടിയുള്ള കാര്യങ്ങളൊക്കെ പ്രയോഗിക്കാൻ കേട്ടോ. അല്ലെങ്കിൽ അത് തെറ്റിദ്ധരിക്കും ആൾക്കാർ. എന്താണേലും ഈ കുണുകുണു വാവ ചേച്ചിയുടെ ആ ഒരു സന്തോഷം ഞാൻ മനസ്സിലാക്കുന്നു. ആ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. കാരണം ഇവനെപ്പോലുള്ള സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി ഈ സമുദായത്തിൻ്റെ നാമം വെച്ചിട്ട് തെമ്മാടിത്തരം കാണിക്കുന്ന ഏത് ചെറ്റകളാണേലും കൊള്ളാം, അവനെല്ലാം നിയമം അനുശാസിക്കുന്ന ശിക്ഷ തന്നെ കിട്ടണം. അപ്പം ഇതെല്ലാവർക്കും ബാധകമായിരിക്കണം ചേച്ചിയെ. ഒരു പ്രത്യേക മതവിഭാഗത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാ മതവിഭാഗത്തിലും കൊണ്ട് ഇത്തരം പക്ക ക്രിമിനലായിട്ടുള്ള ഫ്രോഡുകളായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന അത് ഒരു സമുദായത്തിൻ്റെ മൊത്തം തലയിലേക്ക് കൊണ്ട് ചേച്ചി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് കേട്ടോ. ഞങ്ങളിവിടെ സംഘപരിവാറിനെ മാത്രമേ പറയത്തുള്ളൂ. അല്ലാതെ ഇവിടുത്തെ ഹൈന്ദവ മതവിശ്വാസികൾ മുഴുവൻ സംഘപരിവാറാണ്, അതുകൊണ്ട് ഇവർ മൊത്തം തീവ്രവാദികളാണെന്ന് ഞങ്ങൾ ഒരിക്കൽ പോലും പറയില്ല ചേച്ചി. ഒരു വിവരം കെട്ട മുസൽമാൻ പോലും അത്തരത്തിലൊരു പരാമർശം നടത്തില്ല ചേച്ചിയെ. അത് സംഖ്യകളെ മാത്രമേ പറയത്തുള്ളൂ ചേച്ചിയെ. അത് പറയുമ്പോഴത്തേക്ക് നല്ല ഊത്തലും ചൊറിച്ചിലും കടിയും നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. കാരണം അത് നിങ്ങൾ അപ്പം ഹിന്ദു മതത്തിലേക്ക് കൊണ്ട് കെട്ടാനായിട്ട് നോക്കും. ഹിന്ദു മതത്തിൻ്റെ അട്ടിപ്പറവകാശം നീയൊന്നും ഏറ്റെടുക്കേണ്ട. അതിന് ഇവിടുത്തെ നല്ല ഹൈന്ദവ മത നേതാക്കന്മാരുണ്ട്, അവരതങ്ങ് ഏറ്റെടുത്തോളും. ചേച്ചി സംഘപരിവാറിൻ്റെ ആ പരിപാടി അങ്ങോട്ട് തുടർന്നു. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.